ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെ, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, സ്റ്റോക്കിന്റെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെല്ലാം എന്ന് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ ആദ്യം ഇൻഡെക്സ് ഇന്ന് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളത് ഗ്ലാൻസ് നോക്കാം. ഇപ്പൊ സെൻസസ് ഇന്ന് 1089 പോയിന്റ്സ് ഉയർന്ന് 1.49% കയറി 74,227 ക്ലോസ് ആയിരിക്കുന്നു. നിഫ്റ്റി 50 374 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 22,535 ക്ലോസ് ആയിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് 650 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 50,511 ക്ലോസ് ആയിരിക്കുന്നു. സോ ഇന്നൊരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് ഓവറോൾ ആയിട്ട്. സെക്ടർ വൈസ് നോക്കിയാൽ എല്ലാ സെക്ടറും തന്നെ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നിഫ്റ്റിയിൽ മേജർ ഗെയിനർ ആയത് ജിയോ ഫിനാൻഷ്യൽ, ശ്രീ ഫൈനാൻസ്, അതുപോലെ ശ്രീറാം ഫൈനാൻസ്, ടൈറ്റൻ കമ്പനി, സിപ്ല, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ. മെയിൻ ലൂസർ ആയത് പവർ ഗ്രിഡ് ആണ്. എല്ലാ സെക്ടേഴ്സും ഗ്രീനില്. അതിൽ ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, FMCG, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU, റിയാലിറ്റി, ടെലകോം എല്ലാം 2 to 4% ഉയർന്നിട്ടുണ്ട്. BSE മിഡ് ക്യാപ്പ് 1.8% ഗെയിൻ ചെയ്തിരിക്കുന്നു. സ്മോൾ ക്യാപ്പ് 2% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നല്ല ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്നത് PSU ബാങ്ക് തന്നെ. വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ബാങ്ക്. ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ജിയോ ഫിനാൻഷ്യൽസ്. പിന്നെ വേറെ ഏതൊക്കെ സ്റ്റോക്ക് ഇന്ന് ടോപ്പ് ഗെയിനർ ആയി, സ്റ്റോക്കിൽ ന്യൂസ് പ്രധാനമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഹൗസിംഗ് ഡെവലപ്മെന്റ്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് 6% ഉയർന്നിട്ടുണ്ട്. അതുപോലെ PB ഫിൻടെക് 6.38, BSE 6.13%, ചോല ഇൻവെസ്റ്റ്മെന്റും നല്ല കയറിയിട്ടുണ്ട് 6.02%. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് 5.68% കയറിയിട്ടുണ്ട്. ടോപ്പ് ലൂസേഴ്സിൽ IGL 4.08% ഡൗൺ പോയിരിക്കുന്നു. വോഡാഫോൺ ഐഡിയ 2.58, മാൻകൈൻഡ് ഫാർമ 1.51%, സീമെൻസ് 1.74%, ആസ്ട്രൽ 1.42% ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പൊ NBCCക്ക് ഓർഡർ ലഭിച്ചിരിക്കുകയാണ്. 121 crores ഓർഡർ ഫ്രം റൈറ്റൽ. അതൊരു നല്ല ഒരു കാര്യമാണ്. ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ഇപ്പോൾ 4.54% കയറാൻ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇന്ന് മെയിനായിട്ട് നിഫ്റ്റി 22,500 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നാളെ RBI പോളിസി ഉണ്ട്. അതുപോലെ ഗ്ലോബൽ ലെവലിൽ ചൈനയുടെ ന്യൂസ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത് ഇത് ബേസ് ചെയ്തിരിക്കും. പിന്നെ സെൻസസ്, ഹൈ വോളറ്റാലിറ്റി, ഇപ്പൊ നാളെ കൂടെ വീക്ക്ലി എക്സ്പീരിയും കൂടെ വരുന്നു. അപ്പൊ എല്ലാം നല്ല കുറച്ചും കൂടി വോളറ്റൈൽ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ US മാർക്കറ്റിൽ ഇന്നലെ ഒരു 10 ആ ഒരു സമയത്തില് ഈ ഒരു അമേരിക്കൻ CNBC ന്യൂസിൽ എക്സെപ്റ്റ് ചൈന ബാക്കി എല്ലാ കൺട്രീസിന്റെയും താരിഫ് ടെമ്പററി സ്റ്റോപ്പ് ചെയ്യുന്നു എന്നൊരു ന്യൂസ് വന്നിരുന്നു. ഉടൻ തന്നെ S&P 500, ഡൗ ജോൺസ്, നാസ്ഡാക്ക് എല്ലാം തന്നെ നല്ലൊരു വെർട്ടിക്കൽ ഇൻക്രീസ് വരികയും ചെയ്തു. പിന്നെ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു US മാർക്കറ്റ് $3 trillion മാർക്കറ്റ് ക്യാപ്പ് കയറുകയും ചെയ്തു. ഈ ഒരു ന്യൂസിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഒരു 10:25 ആ ഒരു റേഞ്ച് ടൈമിൽ വൈറ്റ് ഹൗസിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു. അതായത് ഈ ഒരു ന്യൂസ് ഫേക്ക് ആണ്, ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു താരിഫ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ന്യൂസ് വരികയും അങ്ങനെ മാർക്കറ്റ് വീണ്ടും വെർട്ടിക്കൽ ഡൗണിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ട്രംപ് അനൗൺസ് ചെയ്തിരുന്നു ചൈനയുടെ ഈ ഒരു 50% ഡ്യൂട്ടി
ഇൻക്രീസ് ആക്കും എന്നുള്ളത്. അതായത് US ഗുഡ്സിനുള്ള താരിഫ് 34% ചൈന വിഡ്രോ ചെയ്തില്ലെങ്കിൽ 50% ഡ്യൂട്ടി ആക്കും, ഞങ്ങൾ ഉയർത്തും എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് എങ്ങനെയായിരിക്കും ചൈന റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് മാർക്കറ്റിന്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ. ദെൻ ഡൗ ജോൺസ് 349 പോയിന്റ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നു, ഓൾമോസ്റ്റ് 1%. അതുപോലെ S&P 500 ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ആയി. നാസ്ഡാക്കും ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ആയിരിക്കുന്നത്. ദെൻ ആപ്പിൾ കമ്പനി ഇന്നലെ 4% ഡൗണിൽ പോയിരിക്കുകയാണ്. US മാർക്കറ്റിൽ ഈ ചൈനയുടെ 50% ഡ്യൂട്ടി ഇൻക്രീസ് ചെയ്യുന്നതിന് ശേഷം ആണ് 4% ഡൗണിൽ പോയത്. കാരണം ആപ്പിളിന്റെ മോസ്റ്റ് ഷോറൂമും ചൈനയിലാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ആ ഒരു സെയിൽസ് എങ്ങനെ അഫക്റ്റ് ആകും എന്നുള്ള രീതിയിൽ ആ ഒരു 4% ആപ്പിളിന്റെ ഡൗൺ ആയിട്ടുണ്ട്. ആപ്പിൾ കമ്പനി $640 ബില്യൺ ആണ് ലാസ്റ്റ് 3 മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഡൗൺ ആയിരിക്കുന്നത്. ഈ ഒരു വളറ്റാലിറ്റി യുഎസിന്റെ 15% യുഎസിന്റെ വളറ്റാലിറ്റിയും ഡൗൺ ആയിട്ടുണ്ട്. എന്നിട്ട് 14% ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നു. യുഎസിന്റെ ബോണ്ട് ഈൽഡ് 4-ൽ നിന്ന് 4.18 വന്നിരിക്കുകയാണ്. പിന്നെ ഡോളർ ഇൻഡെക്സും 102-ൽ നിന്ന് 103 വന്നിട്ടുണ്ട്. സോ ക്രൂഡ് ഓയിൽ 63 പെർ ബാരൽ എന്ന് വന്നിരിക്കുന്നു. 63 പെർ ഡോളറിൽ നിന്ന് ഇപ്പോൾ 65 ബാരലിലേക്ക് വന്നിരിക്കുകയാണ്. ബിറ്റ് കോയിനും 74,000 വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ 80,000 അറൗണ്ട് വന്നു. അതുപോലെ ഗോൾഡ് 2.5% ഡൗൺ ആയിരിക്കുകയാണ്. $2,960 പെർ ഔൺസ് വന്നിരിക്കുന്നു. പിന്നെ ഏഷ്യൻ മാർക്കറ്റ് രാവിലെ നല്ല ഒരു ഹൈയിലാണ് വന്നത്. അതുപോലെ ജാപ്പനീസ് നിക്കി ഓൾമോസ്റ്റ് 7% ഹൈ ഉണ്ടായിരുന്നു. ഹാൻസൺ ഇൻഡെക്സ് 1.5, ഷാങ്ഹായ് ഇൻഡെക്സ് 2% ഹൈ. നിഫ്റ്റിയും 350 പോയിന്റ്സ് ഹൈയിൽ തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 300 പോയിന്റ്സ് ഹൈയിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 22,475. എന്നിട്ട് 700 പോയിന്റ്സ് റൈസ് ആയി 22,270. പിന്നെ മുകളിൽ പോകും. അങ്ങനെ ഒരു റോളർ കോസ്റ്റർ മോഡിൽ ആണ് ഇന്ന് പോയത്. അപ്പൊ നിഫ്റ്റിയിൽ തന്നെ സ്വിങ്ങിൽ വന്നിരിക്കുന്ന പോയിന്റ്സിന് 1,100 പോയിന്റ്സ് ആണ് നിഫ്റ്റിയുടെ സ്വിങ്ങിന് മാത്രം. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ സ്വിങ് വന്നിരിക്കുന്നത് 2,200 പോയിന്റ്സ് ആണ്. സെൻസസിൽ 5,500 പോയിന്റ്സ് സ്വിങ്ങിന് വന്നിട്ടുണ്ട് കൂടുതൽ. അപ്പോൾ ഇന്ന് BSE 6 to 7% കയറിയതും അതുകൊണ്ട് ഒരു റീസൺ ആണ്. പിന്നെ സെൻസസും അതുപോലെ എല്ലാ സെക്ടേഴ്സും ഇന്ന് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് ഇന്ന് 6 lakh crores ഉയർന്നിട്ടുണ്ട്. പിന്നെ റുപ്പി ഇന്ന് 40% ഡിപ്രീഷിയേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ന്യൂസ്. പിന്നെ അപ്പം നാളെ മേജർ ആയിട്ടുള്ള ഇവന്റ് എന്ന് പറയുമ്പോൾ മോർണിംഗ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് 25 ബേസിസ് പോയിന്റിൽ വരും. ആ ഒരു ഇൻട്രസ്റ്റിലേക്ക് വരും. പിന്നെ നൈറ്റ് FOMC മീറ്റ് ഉണ്ട്. ഇപ്പൊ US ഫ്യൂച്ചേഴ്സ് ഇപ്പൊ 1,200-ലാണ് ഹൈയിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ യൂറോപ്പ് മാർക്കറ്റും 2% ഹൈയിൽ ട്രേഡ് ആവുന്നു. സോ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 22,800 ആണ്. സപ്പോർട്ട് ലെവല് 22,200. ഈ ഒരു റേഞ്ച് ആണ്. ഇനി FII-DAയുടെ ഡേറ്റ. FII വന്നിരിക്കുന്നത് 4,994 ക്രോഡ്സ് സെൽ ചെയ്തിട്ടുണ്ട്. ഡൊമസ്റ്റിക് 3,097 ക്രോഡ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് FII-DA's ഡേറ്റ. അപ്പം നാളത്തെ മേജർ ആയിട്ടുള്ള ഇവന്റ് കണ്ടു. പിന്നെ ഈ ഒരു ചൈനയുടെ ന്യൂസ്, ഇത് രണ്ട് കാര്യവും മേജർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ന്യൂസ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അതുപോലെ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, അതുപോലെ ഹൗ ടു ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഡെയിലി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, അതുപോലെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.